നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് തുടർച്ചയായി 4-ാം ദിനത്തിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റിക്ക് 25,600 എന്ന ലെവലിന് മുകളിലും സെൻസെക്സിന് 280 പോയിന്റുകളുടെ നേട്ടത്തോടും കൂടിയിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഈ വർഷത്തിലെ ഏറ്റവും റെക്കോർഡ് ഓൾ ടൈം ഹൈയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുക ഉണ്ടായത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഇന്ന് പുതിയതായിട്ട് റെക്കോർഡ് ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇന്നലെയും ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോഴും എല്ലാ സെക്ടേഴ്സും നേട്ടത്തോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബോർഡർ മാർക്കറ്റ്സിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 0.5% നേട്ടത്തോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, റിയാലിറ്റി, ക്യാപിറ്റൽ ഗുഡ്സ്, ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, ടെലകോം, PSU ബാങ്ക് തുടങ്ങിയ സെക്ടേഴ്സിൽ 0.5 മുതൽ 1% വരെ നേട്ടത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോ ഫൈനാൻഷ്യൽ, ഇൻഡസ് ഇൻഡ് ബാങ്ക്, അദാനി എന്റർപ്രൈസസ്, ഏഷ്യൻ പെയിന്റ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നേട്ടത്തോടു കൂടി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ട്രെൻഡ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഇറ്റേണൽ, വിപ്രോ, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 21 പൈസയുടെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് 85.49 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായി 2 ദിനങ്ങളായിട്ട് ഇന്നലെയും ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചു. തൽഫലമായിട്ടാണ് ഇന്നലെ ഒരു ഹ്യൂജ് ബൈയിങ് FIIസിന്റെ ഭാഗത്തു നിന്ന് കാണുകയുണ്ടായി. തീർച്ചയായിട്ടും ഇന്നും FIIs നമ്മുടെ മാർക്കറ്റിൽ മോസ്റ്റ് പ്രോബബിളി ബയേഴ്സ് ആകാനാണ് ചാൻസുകൾ ഏറെയും. ഇന്നലെ ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവ് വരാൻ കാരണമായത് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിന് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇന്ന് ഡോളറിനെ വീക്കൻ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ US നിന്നും GDP ഡാറ്റ Q1 2025 വരികയുണ്ടായി. പക്ഷേ ഈ ഡാറ്റ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. പ്രീവിയസ് എസ്റ്റിമേറ്റ്സിന്റെയൊക്കെ നേർവിപരീതമായിട്ട് സംഭവിച്ചുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് ഇന്ന് ഡോളർ വീക്കൻ ആയി. നിഫ്റ്റി ഈ മാസത്തെ മന്ത്ലി ലോ ക്രിയേറ്റ് ചെയ്തത് ജൂൺ 13-ാം തീയതി ആയിരുന്നു. അതായത് അന്നായിരുന്നു ഇസ്രായേൽ ഇറാൻ അറ്റാക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 24,473 എന്ന റേഞ്ച് ആയിരുന്നു അന്നത്തെ ഡേ ലോ. അതുതന്നെയാണ് ജൂൺ മാസത്തിലെ നിലവിൽ വരെയുള്ള മന്ത്ലി ലോ നിഫ്റ്റിയുടേത്. അവിടെ നിന്നും 2 ആഴ്ച കൊണ്ട് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ 10 ട്രേഡിംഗ് സെക്ഷൻ കണക്ക് കൂട്ടാം. 10 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് നിഫ്റ്റി 1076 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുകയുണ്ടായി. ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ 4.4%. 10 ദിവസം കൊണ്ട് തന്നെ നിഫ്റ്റി വളരെ മുന്നോട്ട് കുതിച്ചു. അത് മാത്രമല്ല ഇന്നത്തെ റാലിയോട് കൂടിയിട്ട് സെൻസെക്സും നിഫ്റ്റിയൊക്കെ അതിന്റെ ഓൾ ടൈം ഹൈയുടെ ആകെ 2.7% താഴെയേ ഉള്ളൂ അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും. നമ്മുടെ മാർക്കറ്റ് വലിയ നേട്ടത്തോടു കൂടി ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സഹായകമായത് ആദ്യമായിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ്. രണ്ടാമതായിട്ട് ഡോളർ വീക്കൻ ചെയ്ത് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിച്ചു. മൂന്നാമതായിട്ട് അതിനെ തുടർന്ന് FIIs നമ്മുടെ മാർക്കറ്റിലേക്ക് ഇന്നലെ മുതൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ബൈയിങ്ങും നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിലുള്ള കുതിപ്പിലേക്ക് വളരെ സഹായകമായിട്ടുണ്ട്. നാലാമതായിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ, അതായത് ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ഏകദേശം സെറ്റിൽ ആകാൻ തുടങ്ങിയത് മുതൽ നമ്മൾ കാണുന്നത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ മിഡ് ക്യാപ്പിൽ നിന്നും സ്മോൾ ക്യാപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് ലാർജ് ക്യാപ്പിലെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലേക്ക് മാറുന്നതായിട്ടൊരു കാഴ്ച കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലേക്ക് ബൈയിങ് വരുമ്പോൾ എല്ലാ ഇൻഡെക്സുകളും ഉയരും. റിലയൻസിലൊക്കെ ഇന്ന് കാണുവാനായിട്ട് സാധിച്ചു ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിലെ ഡേ ഹൈ ഇന്ന് ടച്ച് ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് വോൾട്ടാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ക്രൂഡ് ഓയിൽ പ്രൈസസ് ഒക്കെ ഏകദേശം ഒന്ന് സെറ്റിൽ ആകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതും മാർക്കറ്റിന്റെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ മാർക്കറ്റില് 9 മാസത്തെ ഹൈയില് ക്ലോസ് ചെയ്യുവാനായിട്ട് സഹായകമായത്. സോ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് രാവിലെ ഒരു പ്രസ്താവന വരികയുണ്ടായി. ഇന്ത്യയുമായിട്ട് വലിയൊരു ഡീൽ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന്.
ചൈനീസ് മാർക്കറ്റുമായിട്ടുള്ള ട്രേഡ് താരിഫിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു പുകമറ മാറിയതോട് കൂടിയിട്ട് തൽഫലമായി തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്ന് ഒരു ഉണർവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ മാർക്കറ്റ് നിക്കി 225 ഇന്ന് 40,000 എന്ന ലെവല് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ജപ്പാൻ മാർക്കറ്റ് അതിന്റെ 6 മന്ത് ഹൈയിലാണ് ഇന്ന് ടച്ച് ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. PNB ഹൗസിംഗ് ഫൈനാൻസ് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ UBS ബൈ കോൾ സ്റ്റോക്കിന് നൽകുകയുണ്ടായി. 17% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. അവരുടെ അഭിപ്രായ പ്രകാരം ടാർഗറ്റ് പ്രൈസ് 1300 നൽകിയിട്ടുണ്ട്. സുപ്രീം ഇൻഡസ്ട്രീസ് മോട്ടിലാൽ ഒസ്വാള് ഒരു ബൈ കോൾ സ്റ്റോക്കിന് നൽകുകയുണ്ടായി. 23% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 5400 എന്ന റേഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹൊനാസ കൺസ്യൂമർ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണല് കമ്പനിക്ക് അപ്രൂവൽ നൽകി 2 സബ്സിഡിയറിയുമായിട്ടുള്ള ലയനത്തിനായിട്ട്, അതായത് ഫ്യൂഷൻ കോസ്മെറ്റിക്സും ജസ്റ്റ് ഫോർ കിഡ്സ് സർവീസസും. അദാനി എന്റർപ്രൈസസ് 86 കോടി രൂപ മുടക്കി ഗ്രാന്തിക് റിയൽറ്റേഴ്സ് എന്ന കമ്പനിയെ അക്വിസിഷൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. ആക്സോ നോബൽ ഇന്ത്യ JSW പെയിന്റ് 9,000 കോടി രൂപ മുടക്കി കമ്പനിയെ അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അൾട്രാ ടെക് സിമെന്റ് മധ്യപ്രദേശില് മീഹാർ എന്ന ഏരിയയില് സിമെന്റ് ഗ്രൈൻഡിംഗ് മില്ലിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയുണ്ടായി. 1.8 മെട്രിക് ടൺ പെർ ആനം എന്ന നിലയില്. NTPC 3300 മെഗാവാട്ട് പ്രൊജക്ട് ബീഹാറിൽ കമ്പനി ജൂലൈ 1 കൊമേഴ്ഷ്യലായിട്ട് കമ്മീഷൻ ചെയ്യുമെന്നുള്ള വാർത്ത. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവരും വീക്കെൻഡ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക, റിലാക്സ് ആകാനൊക്കെ ശ്രമിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഞായറാഴ്ച മാർക്കറ്റ് ദിസ് വീക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.